ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ഗുരുവേ സൽഗുണരൂപ ആത്മാവിൽ വാഴണമേ. ഗുരുവേ സൽഗുണരൂപ ആത്മാവിൽ വാഴണമേ. ആദി അന്തമില്ലാത്ത വേദാന്ത തത്വം. ആദി ജ്ഞാനസ്വരൂപനാകുന്ന ഗുരു തിരുവവതാരമായി വന്ന് ആദ്യന്തമില്ലാത്ത തൻ്റെ വേദത്തെ, തൻ്റെ ജ്ഞാനത്തെ, തൻ്റെ സ്വരൂപത്തെ ലോകത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഒരു മധ്യവേഷത്തിൽ വാഴുന്നു. ഇതാണ് ആത്മബോധോദയ സംഘാംഗങ്ങളുടെ അനുഭവവും മഹാഭാഗ്യവും. സർവശക്തി പ്രത്യക്ഷമായ ലോകത്തിൽ ഒരു മധ്യവേഷത്തിൽ വാഴുന്നു എന്ന് ഇന്നും അംഗീകരിക്കാൻ പ്രയാസമുള്ള, അറിവില്ലാത്ത അനേകം കോടി ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നു. അവരും ഈ ലോകത്തിൽ നിഷ്കാമകർമ്മം ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന പ്രകൃതി ലോകത്തിൽ അവരവരുടെ സ്വാർത്ഥത വെടിഞ്ഞുള്ള നിഷ്കാമകർമ്മങ്ങൾ എപ്പോഴൊക്കെ നിർവഹിക്കുന്നുവോ അതിൻ്റെ സദ്ഫലം അവരുടെ ആത്മാവിൽ ഭവിച്ച് അവരും അറിവുള്ളവരായി തീർന്ന് മുറമുറയായി ഓരോരുത്തരായി ഈ പാദത്തിൽ എത്തിച്ചേർന്നേ മതിയാവൂ, ഈ നാമം ശ്രവിച്ചേ മതിയാവൂ, ഈ നിയമം പാലിച്ചേ മതിയാവൂ. ഇതല്ലാതെ കലിയുഗത്തിൽ രക്ഷ നേടാൻ മറ്റൊരു നാമം ഭൂമിയിലില്ല. അത് നമുക്ക് മഹാഭാഗ്യമായി ഭവിച്ചിരിക്കുന്നത് അറിഞ്ഞ് നിങ്ങൾ ഓരോരുത്തരും ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി ആദർശധീരരായി ജീവിക്കുവാൻ എപ്പോഴും പരിശ്രമിക്കുക. എപ്പോഴും എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് വിടവുണ്ടാകാൻ പാടില്ല. അണുവിട തെറ്റാത്ത നിയമജീവിതം ചെയ്തെങ്കിലേ നമുക്ക് ശാശ്വതാനന്ദ സ്വരൂപനാകുന്ന ഗുരുവിങ്കിലേക്ക് ലയിച്ച് സായുജ്യമടയാൻ കഴിയുകയുള്ളൂ. അതിനുള്ള വഴിയാണ് ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തന വ്യവസ്ഥയായി നമുക്ക് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരം ഗുരുനാഥൻ വന്ന് ലോകത്തിൽ എപ്രകാരമെല്ലാം ഈ കലിയുഗത്തിൽ വന്നിരിക്കുന്ന ആത്മാക്കളെ വീണ്ടെടുക്കണമെന്ന് ഉള്ളറിവുള്ള ജഗദീശ്വരൻ പാസാക്കിയ നിയമത്തിൽ അതിപ്രധാനമായ ഒരു നിയമമാണ്
ഈ ഞായറാഴ്ച ആരാധന. ലോകത്തിൽ വിവിധ വിധത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഈ 3-4 മാസവും നമ്മൾ 4 പേര് ചേർന്നിരുന്നും 5 പേര് ചേർന്നിരുന്നും 10 പേര് ചേർന്നിരുന്നും ബാക്കിയുള്ളവർ വെളിയിലിരുന്നും ഒക്കെയായി നമ്മൾ ആരാധന മുടക്കം കൂടാതെ നടത്താൻ ഈശ്വരൻ അനുവദിച്ചു. അത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ ശാഖാ സന്നിധാനങ്ങളും അതേപോലെ തന്നെ ഒരാളെ ഉള്ളുവെങ്കിൽ പോലും മുടക്കം കൂടാതെ കർമ്മങ്ങളൊക്കെ നടത്താൻ ഈശ്വരൻ അനുഗ്രഹിക്കുന്നതും അനുവദിക്കുന്നതും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ പ്രദേശവാസികളുടെ ഭാഗ്യമാണ്. നമ്മുടെ ഭക്തന്മാരുടെ മാത്രമല്ല, ആ പ്രദേശവാസികളുടെ കൂടി ഉള്ള മഹാഭാഗ്യമാണ് അവിടെയും വിളക്ക് മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്നും ഉന്നതമായ നിലയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നടക്കട്ടെ. അവിടങ്ങളിലായി കർമ്മം ചെയ്യുന്നവരെയും നേതൃത്വം വഹിക്കുന്നവരെയും അതിനുവേണ്ടി ധനം മുടക്കുന്നവരെയും എല്ലാം ഈശ്വരൻ ആളാമ്പ്രതി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിനത്തിൽ പൂരം പക്കനാളും താരാസ്ഥിതി വ്രതത്തിന്റെ 4-ാം ദിവസം കൂടിയായ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊരു പ്രത്യേക സങ്കല്പ സ്തുതിയാണ് നടത്തിയത്. ഈശ്വരന്റെ മഹാകാരുണ്യത്തിനു വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് ലോകത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ ഉന്മൂലനാശം വരുത്തി ലോകവാസികളെ വീണ്ടെടുക്കണമേ എന്നുള്ള ഒറ്റ സങ്കല്പത്തോടുകൂടി ഒരു പ്രത്യേക സ്തുതി നമ്മൾ നടത്തി. നിങ്ങളെല്ലാം അതിൽ ഞാൻ അറിയിച്ച അറിവിൻ പ്രകാരം ആത്മാർത്ഥമായി എന്ന് പറഞ്ഞാൽ ആത്മസമർപ്പണമായി തന്നെ നിന്നുകൊണ്ട് അത് നിർവഹിച്ചു. നിങ്ങളെല്ലാം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ സൽഫലം ലോകത്തിൽ ലഭ്യമാകുമെന്നുള്ളതിൽ യാതൊരു സംശയം. കാരണം ഒരു വിധത്തിലും ഒരടി പോലും നടക്കാൻ വയ്യാത്ത സ്വാമിമാർ, വാർദ്ധക്യത്തിലെത്തിയ പല ആളുകൾ എല്ലാവരും വളരെ ആത്മസമർപ്പണത്തോടുകൂടി നിന്നുകൊണ്ട് ആ 7 നേരവും നടന്ന പ്രദർശനത്തിലും മറ്റു കർമ്മങ്ങളിലും പ്രാർത്ഥനയിലും സമാധി മണ്ഡപത്തിലെ പ്രാർത്ഥനയിലും എല്ലാം ഇത്രമാത്രം ആത്മാർത്ഥമായത് നടത്തിയത് ഒരിക്കലും മഹാശക്തിക്ക് വിട്ടുകളയാൻ കഴിയില്ല. സ്വീകരിച്ചിരിക്കുന്നു. അത് ലോകത്തിലേക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. പരമാത്മാവായിടുന്ന പരംപുരുഷനെ അങ്ങേ പരമഭാഗ്യത്തിലെന്നെ കരുതണമേ. പരമാത്മാവായിടുന്ന
ലോകത്തിലേക്ക് അവതാരമായി വന്ന് ഈ നരകലോകത്തിൽ നരശരീരത്തിൽ ജീവിക്കുന്ന മനുഷ്യാത്മാക്കളിൽ സ്വർഗീയ കർമ്മങ്ങളും സ്വർഗത്തിന്റെ വ്യവസ്ഥകളും സ്വർഗത്തിലെ ആനന്ദവും ദാനം ചെയ്തുകൊണ്ട് അത്ഭുതകരമായി വാഴുകയാണ്. ഇത് ആത്മലോകം അനുഭവിച്ചറിയണം. അനുഭവിച്ചറിയണം പരമാത്മാവിന്റെ വാഴ്ച. അല്ലാതെ എങ്ങനെ അറിഞ്ഞാലും കാര്യമില്ല. കണ്ടറിഞ്ഞതുകൊണ്ടോ കേട്ടതുകൊണ്ടോ ആ പരമാത്മാവിനെ പൂർണ്ണമായി ആത്മാവിന് അനുഭവപ്പെടുന്നില്ല. പൂർണ്ണമായി ആത്മാവിൽ അനുഭവപ്പെടണമെങ്കിൽ അവനവൻ തന്നെ ഹൃദയത്തിൽ അനുഭവിച്ചറിയണം. അങ്ങനെ സ്വയം അനുഭവിച്ചറിയാൻ കഴിവുള്ളവരാരും പ്രപഞ്ചത്തിലില്ല. അതിനുള്ള കണ്ണ് തെളിഞ്ഞു കിട്ടണം. ആ കണ്ണ് തെളിയിക്കുവാൻ സർവജ്ഞാനം വേണം. ആ സർവജ്ഞാനം ദാനം ചെയ്യുവാൻ സദ്ഗുരു തന്നെ അവതാരമായി വരണം. അങ്ങനെ സദ്ഗുരു തന്നെ തിരുവവതാരമായി വന്ന് തന്റെ സർവജ്ഞാനത്തെ ആത്മാവിൽ തെളിയിച്ച് ആത്മാവിനെ സ്വർഗസിംഹാസനമാക്കി തീർത്ത് അതിലേക്ക് ഉൾപ്രവേശിച്ചിരുന്നുകൊണ്ട് താൻ തന്നെ ആ സ്വർഗസിംഹാസനത്തിൽ ഉൾപ്രവേശിച്ചിരുന്നുകൊണ്ട് ആത്മാക്കളെ ആനന്ദിപ്പിക്കുമ്പോൾ മാത്രമാണ് ഈ ലോകത്തിൽ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടെന്ന് ആത്മാവ് അറിയുന്നത്. അങ്ങനെ ഈ ലോകത്തിൽ മനുഷ്യജന്മങ്ങൾക്ക് പരമാനന്ദം ദാനം ചെയ്യുവാൻ പരലോകനാഥൻ താണിറങ്ങി വന്ന് വാഴുന്നു. സ്വർഗീയ കർമ്മങ്ങൾ ലോകത്തിൽ നടത്തുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഈ പൂരംപക്കനാൾ ദിനത്തിൽ താരാസ്മിയുടെ വ്രത കാലയളവിൽ ലോകത്തിന്റെ ശാന്തിക്കും ലോകവാസികളുടെ രക്ഷയ്ക്കും വേണ്ടി ഈ മഹാരോഗത്തിന്റെ ശമനത്തിന് വേണ്ടി പ്രത്യേക സങ്കല്പത്തോടുകൂടി വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നമ്മൾ ഒരു സങ്കല്പ സ്തുതി നടത്തിയപ്പോൾ ഓരോ ഹൃദയങ്ങളും അതിൽ ആനന്ദിച്ചു. കാരണം എന്താണ്? സ്വർഗപിതാവ് തന്നെയാണ് അതിന് നിയമം പാസാക്കിയത്. അവതാരമായി വന്ന് ഗുരുനാഥൻ വാഴുമ്പോഴാണ് പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്. അങ്ങനെ പുതിയ നിയമം പുതുക്കി അനുഭവപ്പെടുത്തുകയാണ്. ആത്മലോകത്തിലേക്ക് പുതിയ കാര്യങ്ങൾ അനുഭവപ്പെടുത്തുകയാണ്. അങ്ങനെ അനുഭവ ഗുണനിധി ആകാരിൽ വസിക്കുമ്പോൾ Bye.
സ്ഥാപിച്ചിരിക്കുന്നത്. അതാത് സമയങ്ങൾ അനുസരിച്ച്, ദേശ അവസ്ഥയ്ക്കനുസരിച്ച് ഈ നിയമങ്ങളെ പുതുക്കുവാനും ആത്മാക്കളിൽ സ്ഥാപിക്കുവാനും ആത്മാക്കളിൽ കൂടി ഇത് പുലർത്തുവാനും ഇതിന്റെ സദ്ഫലം ആത്മാക്കളിൽ കൂടി അനുഭവമാക്കുവാനും അത് ലോകത്തിന്റെ ശാന്തിക്കായി നിലനിർത്തുവാനും കഴിവും അധികാരവും ഉള്ളത് സാക്ഷാൽ പരമാത്മാവിന് മാത്രമാണ്. ആ ലോകത്തിന്റെയും ഈ ലോകത്തിന്റെയും
നിയമം നിലവിളക്കാണ്. അത് നിയമം സ്വയം പ്രകാശമാണ്. ആ നിയമത്തിനാകുന്ന ഗുരു പാസാക്കിയ നിയമമാണിത്. വേറെ ആരും വന്ന് പാസാക്കിയതല്ല. സാക്ഷാൽ സർവശക്തി ലോകത്തിൽ പ്രത്യക്ഷമായി വന്ന് സർവശക്തി പ്രത്യക്ഷ ലോകത്തിൽ ഏത് ഹൃദയം നിലകൊള്ളുന്നുവോ, ഏത് ആത്മാവ് നിലകൊള്ളുന്നുവോ, ഏത് ജന്മം നിലകൊള്ളുന്നുവോ, പ്രകൃതിയിലുള്ള ഏത് ജീവജാലങ്ങളും നിലകൊള്ളുന്നുവോ, അതെല്ലാം ഈശ്വരൻ സ്വീകരിക്കുകയും ഈശ്വരൻ സ്വീകരിക്കുകയും അത് അനുഗ്രഹമായി ദാനം ചെയ്യുകയും ചെയ്യും. അത് ലോകോപകാരമായി ഭവിക്കും. അപ്രകാരം നിഷ്കാമ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനാണ് നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഈശ്വരൻ അവതാരമായി വന്ന് ഈ നിഷ്കാമ കർമ്മ വ്യവസ്ഥ ഈ ലോകത്തിൽ സ്ഥാപിച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ശുഭാനന്ദ ദിവ്യരൂപം നിഷ്കളങ്ക ജ്ഞാനരൂപമാണ്. നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗിയാണ്. പല ആളുകൾക്കും ഈ ഖഡ്ഗിയാണ് എന്ന് പറയുന്നതിന് വലിയ ആക്ഷേപമുള്ളവരുണ്ട്. സ്വന്തമായി ഖഡ്ഗിയാണെന്ന് പറയുന്ന ഒരാളാണ് ശുഭാനന്ദ ഗുരുദേവൻ എന്ന് പറയുന്ന പലരുമുണ്ട്. ആ ഒരു വീട്ടിൽ 4 മക്കളുടെ ഒരു പിതാവ് ആ മക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മക്കളെല്ലാം എന്റേതാണ്, ഞാൻ അവരുടെ പിതാവാണ് എന്ന് അയലത്തുകാരുടെ ഒരാളെന്ന് പറയാൻ പറ്റും. അയലത്തുകാരന് പറയാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തുനിന്ന് വരുന്ന ഒരാളിന് പറയാൻ പറ്റും. ആ പിതാവിന് മാത്രമേ അതിന് അവകാശമുള്ളൂ. അങ്ങനെ സ്വർഗസ്ഥനാകുന്ന പിതാവ്, ഇഹപരലോകത്തെ സൃഷ്ടിച്ച പിതാവ്, ഏകപിതാവ്, ഏകനാഥൻ, ആദിനാഥൻ ഈ ലോകത്തിൽ വന്ന് തന്റെ നാമം വെളിപ്പെടുത്തുന്നതിൽ എന്താണ് തെറ്റ്? കലിയുഗത്തിലെ മോക്ഷം കൊടുക്കുവാനാളുണ്ടെന്ന്, കലിയുഗത്തിലെ മോക്ഷം
ഭവിപ്പിച്ച് ആത്മാവിന്റെ കളങ്കം മാറ്റി സ്വയം പ്രകാശമുള്ളതാക്കി മറ്റുള്ളവരുടെ ദോഷങ്ങൾ തീർക്കാൻ കഴിവുള്ളവരാക്കി ലോകരക്ഷാർത്ഥമായി ജീവിക്കുവാൻ പ്രാപ്തിയുള്ളവരാക്കി അങ്ങനെ ഖഡ്ഗായുധമാക്കി തീർത്തിട്ടാണ് അജ്ഞാന സംഹാരം ചെയ്യുന്ന ഉപകരണങ്ങളാക്കി തീർത്തിട്ടാണ് താൻ ഖഡ്ഗി എന്ന് വിശേഷിപ്പിച്ചത്. അത് തന്റെ വിശേഷണമല്ല, തന്റെ നാമം തന്നെയാണ്. ഈ ലോകത്തിൽ അറിയപ്പെടുന്ന നാമമാണത്. ആരും അറിയപ്പെടേണ്ട നാമമാണത്. ശുഭാനന്ദ നാമമല്ലാതെ ലോകത്തിൽ രക്ഷയ്ക്ക് വേറൊരു നാമമില്ല. ഇനി അതിന് വരേണ്ട ആവശ്യവുമില്ല. കാരണം സമ്പൂർണ്ണ അവതാരം ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നു. അത് ലോകോപകാരമായി പ്രവർത്തിക്കുന്നു. തന്റെ സന്താനങ്ങളിൽ കൂടി തന്റെ കർമ്മങ്ങൾ നടത്തുന്നു. ഓ, അത് ലോകരക്ഷാർത്ഥമായി ഭവിക്കുന്നു. ലോകത്തിന് ആനന്ദമായി ഭവിക്കുന്നു. ഓ, ശാന്തി അനുഭവപ്പെടുന്നു, സുഖം അനുഭവപ്പെടുന്നു. ആത്മാക്കൾ ഓ ദേഹവും ലോകവും മറക്കുന്ന പരമാനന്ദത്തിൽ കഴിയുന്നു. കാരണം എന്താണ്? പരലോകനാഥനാകുന്ന പരമാത്മാവ് തന്റെ തിരുഹൃദയം തുറന്ന് പ്രകാശിപ്പിച്ച പ്രകാശമാണ് ആത്മബോധോദയ സംഘമായി ലോകത്തിൽ നിലകൊള്ളുന്നത്. ഇത് പരമാത്മാവ് നേരിട്ട് നടത്തുന്നതാണ്. പരലോകനാഥൻ നേരിട്ട് നടത്തുന്നതാണ്. പരബ്രഹ്മസ്വരൂപം നിന്ന് നടത്തുന്നതാണ്. ഓ, വൈഷ്ണവ തേജസ്സിൽ നടത്തുന്നതാണ്. ശൈവശക്തി നിന്ന് നടത്തുന്നതാണ്. എല്ലാം ഏകോപിക്കുന്ന രൂപം, ദിവ്യ ശുഭാനന്ദ രൂപം, ആദി അന്തമില്ലാത്ത രൂപം, അഖിലാണ്ട ജ്യോതിസ്വരൂപം, സർവസൃഷ്ടി
നിത്യശോഭ, ആത്മാവിന്റെ ദിവ്യശോഭ, ഓ അവർണ്ണനീയമായ പരലോക വാഴ്ച, ഇതെല്ലാം അനുഭവമാക്കുവാൻ ആത്മബോധോദയ സംഘം ഒന്ന് മാത്രം മതി. കാരണം ഇത് സൂക്ഷ്മാവസ്ഥയിൽ മനുഷ്യ കുലങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരമാത്മാവാകുന്ന ജഗദീശ്വരൻ താണിറങ്ങി വന്ന് മനുഷ്യ ലോകത്തെ പരലോകമാക്കി വെച്ച് മനുഷ്യ ഹൃദയങ്ങളെ പരലോകമാക്കി വെച്ച് അതിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥാപനമാണ്. അതിൽ സ്ഥാപിച്ചിരിക്കുന്ന മഹാസ്ഥാപനമാണ് ഈ ആത്മബോധോദയ സംഘം. ആത്മബോധോദയ സംഘത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ കാര്യം, ഇതിന്റെ സ്ഥാപകൻ എന്നും ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി ഭൂമിയിലുണ്ടാകും. താൻ പ്രത്യക്ഷമായി ഇതിന്റെ നടത്തിപ്പിന് വേണ്ടി എന്നും ഭൂമിയിലുണ്ടാകും. എന്നും വാഴുന്നവരാണ് ശുഭാനന്ദ രൂപം. എന്നും വാഴുന്നവരാണ് ശുഭാനന്ദ രൂപം. ആരിലും വാഴുന്നവരാണ് ശുഭാനന്ദ രൂപം. ആർക്കും ആരാധ്യനായുള്ള രൂപമാണ് ആ രൂപം. മാറ്റമില്ലാതെ, മരണമില്ലാതെ, യാതൊരു മങ്ങലുമില്ലാതെ എന്നും ആത്മബോധോദയ സംഘത്തിന്റെ നടത്തിപ്പിനായി ലോകത്തിലുണ്ടാകും. അതിനാൽ അണിയണിയായി ആത്മബോധോദയ സംഘത്തിൽ ചേർന്ന് ജീവിക്കുക, ആനന്ദം അനുഭവിക്കാം, നിത്യ ദുഃഖത്തെ ഒഴിവാക്കി നിത്യസുഖത്തിൽ ചേരാം. ശാന്തിയായി ആത്മാവ് വാഴുന്നത് കാണാം. അപ്രകാരം ആത്മലോകത്തെ ഒരുക്കുവാൻ അതാത് സമയങ്ങളിൽ നിയമങ്ങൾ പാസാക്കുന്നു, അത് ലോകത്തിൽ നടപ്പാക്കുന്നു, ആത്മാക്കൾക്ക് ആനന്ദമായി ഭവിക്കുന്നു. അപ്രകാരം നടത്തിയ സ്തുതി അതിന്റെ സൽഫലത്തെ ലോകത്തിൽ നിന്ന് ഈ മഹാമാരിയെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഈശ്വരൻ സ്വീകരിച്ച് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകവാസികളെ രക്ഷിക്കുമാറാകട്ടെ. ലോകവാസികളെ രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ചൊവ്വാഴ്ച ദിനത്തിൽ നമ്മുടെ കർക്കിടകം 13-ാം തീയതിയാണ്. യാഗമേറ്റം സഹിച്ച്, ക്ലേശം സഹിച്ച്, കഷ്ടത സഹിച്ച്, പട്ടിണി സഹിച്ച്, കൊടും തപസ് ചെയ്ത് ഈ മഹാസ്ഥാപനത്തെ ലോകോപകാരമായി സ്ഥാപിക്കുവാൻ യാഗം സഹിച്ച പുണ്യദേഹം നമ്മളെ വിട്ട് മറവായ ദിനമാണെന്ന് ഏവരും വളരെ ഭക്തിയോടും വൃതാനുഷ്ഠാനങ്ങളോടും സങ്കല്പങ്ങളോടും നന്ദിയോടും ആ ദിനം ആചരിക്കുക. അത് ആത്മബോധോദയ സംഘാംഗങ്ങളെല്ലാം അവിടുന്ന് അനുഷ്ഠിക്കണം. നിശ്ചയമായി അനുഷ്ഠിച്ചിരിക്കണം. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന സുഖം, നിങ്ങൾ അനുഭവിക്കുന്ന ശാന്തി, നിങ്ങൾ അനുഭവിക്കുന്ന സ്വസ്ഥത, നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം ഗുരുനാഥൻ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചതിന്റെ ഫലമാണെന്ന് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് എല്ലാവരും ആ വ്രതം അനുഷ്ഠിച്ച് ആ ദിവസം വളരെ ഭക്തിയോടുകൂടി ജീവിക്കുക. സർവേശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ താരാസുരയുടെ വ്രതകാലയളവാണ്. ഉന്നതമായ നിലയിൽ താരാസുര നടക്കുവാൻ എല്ലാവരും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക. ഭക്തജനങ്ങൾ ഒത്തുചേർന്ന്, ദേവീ ദേവന്മാർ ഒത്തുചേർന്ന്, പരിവാരങ്ങൾ ഒത്തുചേർന്ന് ആനന്ദമായി താരാസുര നടത്തുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. 96ാമത് ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവം അതിമനോഹരമായ നിലയിൽ, ആനന്ദോത്സവമായ നിലയിൽ ആത്മലോകത്തിന് അനുഭവമാകുവാൻ തക്ക വിധത്തിൽ മനോത്സവമായി ജഗദീശ്വരൻ നടത്തി തരുമാറാകട്ടെ. അത് ലോകത്തിലേക്ക് ശാന്തിക്കായി ഭവിക്കട്ടെ.
സാധിക്കട്ടെ. സർവരക്ഷകനാകുന്ന ഉടമസ്ഥന്റെ അനുഗ്രഹവും ആനന്ദാതിരേകവും സർവ ലോകങ്ങൾക്കും സർവ പ്രകൃതികൾക്കും മനുഷ്യ ജന്മങ്ങൾക്കും ദേവീദേവന്മാർക്കും ഭൂതപരിവാരങ്ങൾക്കും ലഭ്യമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവാത്മാക്കളെയും രക്ഷിക്കട്ടെ. സർവാത്മാക്കളെയും രക്ഷിക്കട്ടെ. വിവിധ വിധത്തിലുള്ള നേർച്ച കാഴ്ചകൾ പലപ്പോഴായി സന്നിധാനത്തിൽ കൊണ്ടുവന്ന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർവാത്മാക്കളെയും ഈശ്വരൻ ദർശിച്ച് അനുഗ്രഹിക്കുവാനാകട്ടെ. രോഗികളായി കഴിയുന്നവരെ വീണ്ടെടുക്കട്ടെ. രോഗശാന്തി കൊടുത്ത് രക്ഷിക്കട്ടെ. ഈ മഹാരോഗം ബാധിച്ചു കഴിയുന്നവരെയും രക്ഷിക്കട്ടെ. അവരെ ശുശ്രൂഷിക്കുന്നവരെ സർവശക്തി കരുതി തലോടി വളർത്തട്ടെ. എല്ലാവർക്കും സുഖവും ആരോഗ്യവും ജഗതീശ്വര കാരുണ്യത്തിൽ കൂടി സാധ്യമാകട്ടെ.